പന്ന നാറി, നിനക്കിത് എന്താണ് പറ്റിയത്? എടാ ഏരടാ, എടാ ഏരടാ, എടാ ഏക്കാൻ. എടാ മകനെ, നിനക്കെന്താണ് മുണ്ടാട്ടം മുട്ടിപ്പോയ? അതാ നിന്റെ നാക്കാൻ മൂസത് പറിച്ചെടുത്ത? അതാ നീ വല്ല മരുന്ന് കൊടുത്ത് കയറ്റിയ? അല്ല എന്നെ കടാലെടുത്ത് കയറ്റുമല്ല. ആഹാരം കൊടുത്തിട്ട് കഴിക്കുന്നില്ലപ്പാ, ഇതെന്ത് പറ്റി? ഇനി കാട്ടി പോയപ്പോ വല്ല പ്രേതം പറ്റാ കൂടിയതാണ്. എടാ വെക്ക, നീ ആ കുരിശെടുത്തോണ്ടൊന്ന് മുത്തിച്ച് നോക്കിക്കേ. വലിയ കുരിശാണ്. ആ ഒന്ന് വെക്കം കൊണ്ടുപോവാ. അതെടുക്കാൻ പറ്റിക്കല കേട്ടാ. അതെന്താണ്? അതിന് കർത്താവ് കിടക്കുക. ഓ എന്റെ ട്രീസേ, കുരിശെടുക്കാൻ നീയല്ലാണ്ട് ഈ കുരിശനെ പറഞ്ഞു വിടുമാ? നോട്ടം കണ്ടാ, നോട്ടം കണ്ടാ. ആ ഞാൻ മീനാക്ഷി കൊച്ചോട് ചോദിച്ചിട്ട് വരും, ഇവരെന്നാ പറ്റിയെന്ന് അറിയണമല്ല. ട്രീസേ വേഗം വന്ന്. എടാ മരക്കഴുതേ, നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? നിനക്ക് വിശക്കുന്നില്ലേ? ദേ നോക്കി, നീ മിണ്ടാതിരുന്ന ഒരു രസമില്ല കേട്ടോ. എന്തെങ്കിലും ഒന്ന് പറ ബ്ലാക്കേ. നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്താന്ന് ചോദിക്കേ, അല്ലെങ്കിൽ വേണ്ട, പിന്നെ പറയൂ. അയ്യോ, ഇവനെ ഒന്ന് മിണ്ടിക്കാൻ ഞാൻ എന്താ കർത്താവേ ചെയ്യണ്ടേ? നീ ഇത് കണ്ടോ? മീനി ചേച്ചി ഷൂട്ട് ചെയ്തതാ. ബ്ലാക്ക് കലക്കിയിട്ടുണ്ട്. കൊച്ചിനും ഇതുപോലെ നല്ല അസ്തർ വാങ്ങി പൂശിക്കൂടെ? അത് ബോംബെയിലേ കിട്ടൂ. എന്നാ നമുക്ക് ബോംബെക്ക് പോവാം. ഞങ്ങ തമ്മി ഇഷ്ടാണെന്ന് തുറക്കാര് പറയണത് കള്ളമല്ല, സത്യാണ്. അപ്പനെന്നാട് എന്തോരം സ്നേഹമുണ്ട്. ഈ കടലോളം പോരാ, എന്നാ ഈ ഭൂമിയോളം അതും പോരാ. പിന്നെന്തോരം വേണം? നമ്മുടെ ചെമ്പരത്തിന്റെ ഷാപ്പിലെ പുട്ടുപോലത്തെ കപ്പയില്ലേ, അത്രയും വേണം. ഞാൻ പറഞ്ഞത് പുളൂസല്ല, സത്യമാണ്. അവനിട്ട് പ്ലാൻ കെട്ടടാ, പ്ലാൻ അതൊന്നുകൂടെ പ്ലേ ചെയ്തായി. എന്താ പറഞ്ഞേ? പ്ലേ ചെയ്യാനോ? മൂസത്തിന്റെ അടുത്ത് പോയി ഇംഗ്ലീഷും പഠിച്ചോ? ബ്ലാക്ക് ചെയ്ത് എന്ത് ചെയ്യാനാ? ഒന്നുകൂടെ പറഞ്ഞേ. പ്ലേയിങ്ങും ചെയ്യാൻ. ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നു, ഈ ബ്ലാക്ക് രമേശ് ശർമ്മയാണെന്ന്, എന്റെ സ്വന്തം രമേശാണെന്ന്. ഇല്ല, എന്റെ അന്വേഷണം നിർത്താറായിട്ടില്ല. ഞാനും പറഞ്ഞു പറഞ്ഞതിപ്പോ രമണന്റെ ചന്ദ്രികയുടെ കഥ പറഞ്ഞ പോലെ ആവുക. ചന്ദ്രിക ഇപ്പൊ രമണൻ കാത്തിരിപ്പുണ്ടാവും. ചന്ദ്രിക കുഞ്ഞ്, അല്ല മീനാക്ഷി കുഞ്ഞ്, മീനാക്ഷി കുഞ്ഞ്. ആ ഞാൻ പോയി നോക്കി, ഇപ്പൊ അവൻ മാത്രമേ വീട്ടിലുള്ളു. ശരി, ഞാനും കൂടെ കൂട്ടിന് വന്നാ. ഏയ് വേണ്ട. അപ്പൊ ഞാൻ പോവാവല്ലേ? അയ്യോ എന്റെ അമ്മ, അയ്യോ. താനിപ്പോ മേലെ ചെന്ന് എന്താ പറഞ്ഞ? അല്ല, ആ കാര്യം ഇങ്ങോട്ട് വന്ന് പറയാനായിട്ട് വന്നപ്പോൾ മോൾ അങ്ങോട്ട് വന്നു. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകും. സീസറും മീഡിയം, അല്ല സീസറും രണ്ടും പറഞ്ഞത് കള്ളവല്ലെന്ന് ഇപ്പൊ ബോധ്യമായി കേട്ടാ. എന്തോന്ന്? ബ്ലാക്ക് തനിച്ചിരിക്കുന്ന സമയത്ത് കാണാൻ പോകാനിരിക്കുകയാണ് മീനാക്ഷി കുഞ്ഞ്. ആ മന്ദബുദ്ധിയുടെ ഒരു സമയനേ. പെണ്ണെ, നിന്റെ കൊട്ടയിലെ മീനെന്തടി അരയത്തി പെണ്ണെ, അരയത്തി പെണ്ണെ. മോനെ നീ ഉറങ്ങിയോടാ ബ്ലാക്കേ? എന്റെ മകൻ ഉറങ്ങിയില്ലായിരുന്ന? ആടാ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ, ഇരിക്ക്. അപ്പൻ എന്നൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക്. നമ്മളെ ചെമ്പരത്തിന്റെ ഷാപ്പിൽ നിന്നാണ്. നല്ല ഒന്നാന്തരം തലയാണ്, 2 കിട്ടിയുള്ളു കേട്ടാ. ആ അപ്പവും കക്കായിറച്ചി. ഇത് കപ്പയാണ്, ഇടിയൻ കപ്പ. ഇക്കിള് വീണ അപ്പൊ വെള്ളം എടുത്തിട്ട് വരാം കേട്ടാ. വെള്ളം കുടിയടാ മകനെ, ഇക്കിള് പൊട്ട്. പൊട്ട് കുടിച്ചോ. വേണ്ട. നീ എന്നാടാ മകനെ ഇങ്ങനെ?
അപ്പനോട് പിണക്കമാണ്. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നീ മീനാക്ഷി കൊച്ചന്റെ കൂടെ കാട്ടിൽ മരുന്ന് പറിക്കാൻ പോയത്. മകൻ ഇഷ്ടമായിട്ടല്ലേ? എന്നെങ്കിലും ഒന്ന് പറയടാ. അപ്പനോട് മുമ്പുണ്ടായിരുന്ന ഇഷ്ടം ഇപ്പൊ ഇല്ല കേട്ടാ. മണമുള്ള പെണ്ണിനെ കണ്ടപ്പോ നാറ്റമുള്ള അപ്പനെ വെറുത്താടാ. 10 വർഷത്തിന് മുമ്പ് മംഗലാപുരത്തുനിന്ന് മകനെയും കൊണ്ട് ഇങ്ങാട്ട് വന്ന് എന്തിനാണെന്ന് അറിയാവാ? എടാ അറിയാവാ? എന്നാ ഞാൻ പറയാ, എടാ ഇങ്ങാട്ട് നോക്ക്. എന്റെ മകന്റെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു. എന്നെ ജീവനായിട്ട് കണ്ട ആളായിരുന്നു അവിടുത്തെ മുതലയാര്. എന്നാട് പോവല്ലേ പോവല്ലേ എന്ന് എന്റെ കാല് പിടിച്ചു പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ കേട്ടാ ഇല്ല എന്നതാണ് കാര്യം. എനിക്കെന്റെ മകനാണ് വലുത്. എനിക്ക് നീ അല്ലാണ്ട് ആരാടാ ഉള്ളത്? ഈ പറഞ്ഞത് ഒന്നും ശരിയല്ല. മീനാക്ഷി ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. തെറ്റിദ്ധരിച്ചതല്ല സർ, സത്യവും കൃത്യവുമായ വിവരങ്ങളാ. FRCS MD ഉള്ള ഒരു ഡോക്ടർക്ക് അംനീഷ്യ എത്ര ശതമാനം വരെ സുഖപ്പെടുത്താനാകുമെന്ന് അറിയാമല്ലോ. ഏറിയാൽ 65%. പക്ഷെ ആയുർവേദത്തിന്റെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് ഞാൻ നടത്തിയ ഈ ചികിത്സയെ പറ്റി എന്റെ വാക്കുകളല്ലേ മീനാക്ഷി വിശ്വസിക്കേണ്ടത്. ചികിത്സയെ പറ്റി അല്ല സർ ഞാൻ പറഞ്ഞത്. ഞാൻ നടത്തിയ ചില ഇൻവെസ്റ്റിഗേഷൻസിനെ പറ്റിയാ. അപ്പോഴാ അങ്ങനോട് കള്ളം പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്നലെ മംഗലാപുരത്ത് പോയി ഒരു മുതലയാരെ കണ്ടിരുന്നു. ഏത് മുതലയാര്? 10 വർഷം മുൻപ് ഈ ബ്ലാക്കും പത്രോസും ആ മുതലയാരുടെ കൂടെയായിരുന്നു. ദൈവതുല്യനായിട്ടാ ഞാൻ അങ്ങേ കാണുന്നത്. അന്ന് ചികിത്സ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് പൂർണ്ണമായി ഞാൻ വിശ്വസിച്ചു. അങ്ങേ ഞാൻ എത്രത്തോളം ബഹുമാനിച്ചിരുന്നു. പക്ഷെ ഇങ്ങനൊരു ചതി അങ്ങിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചതിയോ? എന്താ അസംബന്ധാണ് കുട്ടി പറയുന്നത്? വൈദ്യശാസ്ത്രം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സമ്മതിച്ചു. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ദൈവം നാഥനായ വൈദ്യശാസ്ത്രമാണ് ആയുർവേദമെന്ന് എന്നെ പഠിപ്പിച്ചത് സാറാണ്. ആ വൈദ്യശാസ്ത്രത്തെയും പഠിച്ച ഗ്രന്ഥങ്ങളെയും ഗുരുക്കന്മാരെയും സാക്ഷി നിർത്തി സാറിന് പറയാമോ ഈ സത്യം അങ്ങേക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന്? പറയൂ സർ, അങ്ങേക്ക് അറിയില്ലായിരുന്നോ? അറിയില്ലായിരുന്നോ? അറിയാമായിരുന്നു. പിന്നെ എന്നിൽ നിന്ന് എന്തിനിത് മറച്ചു വെച്ചു? എനിക്കതറിയണം. ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന അനാഥപ്രദങ്ങളുടെ കൂട്ടത്തില് ഒരാളൂടെ വരാതിരിക്കാൻ. മനസ്സിലായില്ല. നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, നിനക്കൊരു ദുർമരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി.